നേർക്ക് നേരെ വോട്ട് പിടിച്ച് ജയിക്കാൻ കഴിയില്ല. അതിന് വളഞ്ഞ വഴി നോക്കുക. ഇതെവിടെത്തും? 75,000 വോട്ടിൽ കുറയാത്ത വോട്ട് ഈ നാടിൻ്റെ സ്ഥാനാർത്ഥിയായ PV അൻവറിനുണ്ടാകും. നിങ്ങൾ എഴുതി വെച്ചു, അത് അടിവരടാം. ചിഹ്നമല്ല, ഈ നാടിൻ്റെ വേദനയാണ് PV അൻവർ. ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി അവർ വോട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണമൊക്കെ പൂർത്തിയായിരിക്കണം. ഇപ്പോൾ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന PV അൻവർ നമ്മുടെ കൂടെ ഉണ്ട്. തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇനി മത്സരിക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് പ്രതിഫലിക്കാൻ പോകുന്നത്? ഇവിടെ ഏത് സ്ഥാനാർത്ഥിയാവാം. PV അൻവർ TMCയുടെ സ്ഥാനാർത്ഥിയാണോ, PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് വിഷയമല്ല. ജനങ്ങൾ PV അൻവർ എന്തിനാണ് നിയമസഭാ അംഗത്തെ രാജിവെക്കുന്നത്? പിണറായിസത്തിനെതിരെ പറഞ്ഞിട്ടാണ്. ആ പിണറായിസത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഞാൻ രാജിവെച്ചത്. ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ച അതാണ്. അപ്പോൾ ആ പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പുറത്തിരിക്കുന്ന 2 സ്ഥാനാർത്ഥികളും പിണറായിസത്തിൻ്റെ വക്താക്കളാണ്. LDFൻ്റെ സ്ഥാനാർത്ഥി കേരളം ഒട്ടാകെ ശബരിമല നടക്കുന്ന ആ കാലത്ത് പോലും ഈ നാടാകെ നടന്ന് പിണറായിസത്തെ താലോലിച്ചവനാണ്. അദ്ദേഹത്തിന് മലപ്പുറത്തെ SP ആയ സുജിത് ദാസിനെ കുറിച്ച് വളരെ വലിയ അഭിപ്രായമാണ്. വളരെ സത്യസന്ധനമായ ഓഫീസറാണ്. ഈ ന്യൂനപക്ഷ പീഡനം മുഴുവൻ ഇവിടെ നടത്തി ആളുകളെ മുഴുവൻ ജയിലിലടച്ചപ്പോഴും കേസിൽ കുടുക്കി പാസ്പോർട്ട് തട്ടിയപ്പോഴും ഒരു അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഈ ജില്ലയിൽ തന്നെ ബന്ധപ്പെട്ട തൊട്ടടുത്ത ഇടവണ്ണയിൽ നടന്ന റിദാൻ വാതിൽ കേസിനെ കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ഈ നാട്ടിൽ അനുഭവിക്കുന്ന പോലീസ് സേനയിലെ വർഗീയ RSS പ്രീണനത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു അഭിപ്രായവുമില്ല. ഇതേ സാധനത്തിൻ്റെ മറുമുഖമാണ് ആര്യടൻ ഷൗക്കത്ത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ 8-9 മാസമായി ഞാനിത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശക്തമായിട്ട് ഈ പിണറായിയെ എതിർത്തുകൊണ്ട്, ഈ പോലീസ് നടപടികളെ എതിർത്തുകൊണ്ട്, ഈ RSS വൽക്കരണത്തെ എതിർത്തുകൊണ്ട്, മലയോര മേഖലയിലെ കർഷകരുടെ ഈ നിലപാടിനെ അതിശക്തമായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മോശപ്പെട്ട പ്രവർത്തികളെ എതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഒന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പിണറായിസത്തെ ഒരു ഘട്ടത്തിലും എതിർക്കാത്ത ഒളിഞ്ഞ പിണറായിയും തെളിഞ്ഞ പിണറായിയാണ്. അത് ജനങ്ങളെ തിരിച്ചറിയും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ തൃണമൂലിൻ്റെ പിന്തുണ തന്നെയാണോ? തീർച്ചയായിട്ടും. ഞാൻ ആ പാർട്ടിയുടെ സംസ്ഥാന കൺവീനറല്ലേ. പാർട്ടിയുടെ പിന്തുണയും സപ്പോർട്ടൊക്കെ അതിലുണ്ടാവും. നേരത്തെ ഒരു മുന്നണി രൂപീകരിച്ചിരുന്നു, അതിനോട് നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഇലക്ഷനോ എന്ത് സംശയം? ജനകീയ പ്രതിരോധ മുന്നണിയല്ലേ, പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയല്ലേ. പ്രതിപക്ഷ ചെയർമാൻ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി എന്നെ ചവിട്ടി പുറത്താക്കുന്നു VD സതീശൻ. അത് കണ്ടല്ലോ. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇപ്പോൾ STP സ്ഥാനാർത്ഥിയുടെ STPയുടെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു, വാർത്താ സമ്മേളനം. അവർ പറയുന്നത് PV അൻവർ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് STPക്ക് പിന്തുണ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ STP പറയുന്നത്. PV അൻവർ പിന്തുണ സ്ഥാനാർത്ഥിത്വം ഇവിടെ മത്സരിക്കുന്ന ജനങ്ങളല്ലേ. ഇവിടുത്തെ ഓരോ വോട്ടറും സ്ഥാനാർത്ഥിയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ഞാൻ ഇത്ര ഫ്രീ ആയി നടക്കുന്നത്. ഞാൻ ഇന്നലെ വൈകുന്നേരം ഇവിടുന്ന് പോയതാണ്, രാത്രി പോയതാണ്. എപ്പോഴാണ് വരുന്നത് കണ്ടില്ലെങ്കിൽ? മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് രാവും പകലും ഓടുകയാണല്ലോ. ഞാൻ ഓടാനില്ല, എനിക്ക് ഓടാൻ കഴിയില്ല. ഈ ജനങ്ങൾക്കറിയാം അവരാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അനുറാക്ക നിങ്ങളെ പണിയെടുത്തോളി എന്നാണ് പറയുന്നത്. ഞങ്ങളെ പണി ഞങ്ങൾ എടുക്കുന്നുണ്ട്. അത് ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളെ പണിയെടുക്കും. പിന്നെ ഞാനെന്തിനാണ് ഭയപ്പെടുന്നത്? UDF ക്യാമ്പിൽ നിന്ന് പറയുന്ന ഒരു കാര്യം, ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ, അത് അടുത്ത പക്ഷത്തേക്ക് പോകേണ്ട വോട്ടുകൾ PV അൻവർ പിടിക്കുന്നു എന്നുള്ള കാര്യം അഷ്കറിനോട് പറയാം. CPMന് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് അവിടെ കിട്ടി? LDFന് 29,900 വോട്ട് അല്ലേ? 30,000 വോട്ട് കൂട്ടിക്കാം. അതാണ് CPM വോട്ട് എന്ന് പറയുന്നത്. അതിൽ പാർട്ടി മെമ്പർമാരുണ്ട്, അതിൻ്റെ കേഡർമാരുണ്ട്, അതുപോലെ നിൽക്കുന്ന ആളുകളുണ്ട്. അതിൽ നിന്ന് തന്നെ എനിക്ക് 10% 15% വോട്ട് കിട്ടും. 25,000-ൻ്റെ മേലെ CPM ഇവിടെ കയറാൻ അവർക്കെല്ലാം 30,000 വോട്ടാണ്. പിന്നെ ഇവിടെ മുസ്ലിം ലീഗിന് 40,000 വോട്ടുണ്ട്, കോൺഗ്രസിന് ഏകദേശം 30,000 വോട്ടുണ്ട്. അതാണ് 70,000 വോട്ട് UDFന് ഇവിടെ ഉണ്ടല്ലോ. അപ്പം ഈ 70-ഉം ഈ 30-ഉം എന്ന് പറയുന്നത് എത്രയാണ്? 1,00,000 വോട്ട് അല്ലേ? 1,60,65,000 വോട്ട് ഇവിടെ പോൾ ചെയ്യുന്നതായിരിക്കും. 10-15 വോട്ട് ഈ പറയുന്ന BJP SDP ചെറുകിട സംഘടനകൾക്ക് പോകും. അപ്പോൾ 50,000 വോട്ട് ഇവിടെ ഫ്ലോട്ടിംഗ് വോട്ടാണ്. കേരളത്തിൽ അപൂർവമായ മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന വോട്ടാണ്. ആ ഫ്ലോട്ടിംഗ് വോട്ട് 100% ഈ നാട്ടിലെ സാധാരണക്കാരായ പച്ചപ്പാവങ്ങളായ മനുഷ്യനാണ്. ഒരു തർക്കങ്ങൾ കരുതണ്ട. അത് പിണറായിസത്തിനെതിരെ ചെയ്യാൻ പോകുന്ന വോട്ടാണ് ഇവിടെ. പിന്നെ ഈ പറയുന്ന CPMൽ നിന്ന് 10 തൊട്ട് 15 ചിലപ്പോൾ 20% വരെ ഈ 30,000 വോട്ടിൽ നിന്ന് ഞാൻ പിടിക്കും. ഒരു തർക്കം നിങ്ങൾ കരുതണ്ട. എന്ന് പറഞ്ഞാൽ 4,500 തൊട്ട് 6,000-7,000 വോട്ടിന് CPMന് ഇവിടെ കിട്ടാമെന്ന് അറൗണ്ട് 25 ആണ്. UDF
എന്ന് പറയുന്ന മുസ്ലിം ലീഗും കോൺഗ്രസും ഞാൻ ഈ പറഞ്ഞ 70,000 വോട്ടുണ്ട്. അതിൻ്റെയും ഏകദേശം ഒരു 25% തൊട്ട് 30% ഇപ്പം നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ 75,000 വോട്ടിൽ കുറയാത്ത വോട്ട് ഈ നാടിൻ്റെ സ്ഥാനാർത്ഥിയായ PV അൻവറിനുണ്ടാകും. നിങ്ങൾ എഴുതി വെച്ചോ, അടിവരടാം. ഇതിന് ഡിബേറ്റ് ചെയ്യാനും ഇതിനെന്താ പറയുക ബെറ്റ് വെക്കാനും ആരുണ്ടെങ്കിലും ഞാൻ തയ്യാറാണ്. ഇത് ഈ നാട്ടിൽ ഇതാണ് ജനങ്ങളെന്ന്. ഇന്നലെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇന്നലെ ഞാൻ വൈകുന്നേരമാണ് എന്താ പറയുക അടക്കരയിൽ പോയിട്ട് ഇലക്ഷൻ കമ്മിറ്റിക്ക് ഒരു ഓഫീസ് ഉണ്ടാകും. ഒരു 100 മീറ്റർ അടക്കര ടൗണിൽ ഞാൻ നടന്നു പോവുക. ആ ടൗണിൽ റോഡ് ബ്ലോക്കായി. വാഹനങ്ങൾ നിർത്തിയിട്ട് ആളുകൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വന്നിട്ട് കൈപിടിക്കാൻ ഉറക്കുക. ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ സാറേ, നിങ്ങളെ കൂടെ ഉണ്ട്. എന്താ സ്ഥിതി? ഇതിവിടെ നടക്കാൻ പോകുന്ന കാര്യമല്ലേ? 75,000 വോട്ട് PV അൻവർ പിടിക്കാന്ന് പറയുമ്പോൾ രണ്ട് വ്യവസ്ഥാപിത മുന്നണികൾക്കെതിരെ പാർട്ടികൾക്കെതിരെയൊക്കെ മത്സരിച്ചുകൊണ്ട് ഏകദേശം 48% അല്ലെങ്കിൽ 50% വോട്ട് ഒരു പുതിയ മുന്നണി രൂപീകരിച്ച് PV അൻവർ പിടിക്കുക എന്നൊക്കെ പറയുന്നത് അത്രത്തോളം വിശ്വസനീയമാണോ? പൊതുജനത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ? പൊതുജനം കഴുതയല്ല. നിങ്ങൾക്ക് തന്നെ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. ഇവിടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പല്ല നടക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാലോ. എല്ലാവരും ഒരു മനസ്സോട് ഇത് എൻ്റെ വലിപ്പമെന്ന് ഞാൻ പറയുന്നില്ല, ഇതെൻ്റെ സ്വാധീനമാണെന്നും ഞാൻ പറയുന്നില്ല, ഒരിക്കലും അല്ല എന്ന് വിശ്വസിക്കുന്നതിനാ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മറ്റന്നാൾ പോയി നിന്നാൽ ഈ വോട്ട് കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. പക്ഷേ ഇവിടെ എന്താ പറയുക, നിങ്ങൾ ഇതൊരു മനുഷ്യൻ്റെ വികാരമാണ്. ഒരു എന്താ പറയുക, ഒരു വിഷയത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യനെ ചവിട്ടി മെതിച്ച് ഇല്ലായ്മ ചെയ്യുകയും ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്തുകയാണ് ഇവിടെ ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു ഭാഗം ചെയ്തത്. അത് ഈ ജനങ്ങൾക്ക് അറിയും. അതുകൊണ്ട് അവർ പ്രതികരിക്കും. നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് കാണാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ അൻവർ സാദത്ത് എന്ന് പറയുന്ന ഒരാൾ കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അറിയും ആരാണെന്നുള്ളത്? പിന്നെ എന്ത് തർക്കം? എന്തിനാ ഒരു അപരനെ കൊണ്ട് ഇവിടെ നിർത്തുന്നത്? ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് നോക്കൂ. അപരനാണോ? പിന്നെന്താ, എന്താ തർക്കം? കോൺഗ്രസ്സുകാരന് കോൺഗ്രസ് എന്ന് പറയാൻ പറ്റില്ല, ആര്യാടൻ ഷൗക്കത്തിൻ്റെ വലം കൈയല്ലേ ഈ. എനിക്ക് തോന്നുന്നു പുള്ളി ചുങ്കത്തറ കോപ്പറേറ്റീവ് ബാങ്കിലെ എന്താ ഡ്രൈവറോ എന്തോ സ്റ്റാഫാണ്. അപ്പം നേർക്ക് നേരെ വോട്ട് പിടിച്ച് ജയിക്കാൻ കഴിയില്ല. അതിന് വളഞ്ഞ വഴി നോക്കുക. ഇതെവിടെത്തും? എവിടെ എത്താൻ പോകുന്നില്ല. അൻവറിൻ്റെ എന്താ വിയർപ്പിൻ്റെ മണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാനത് അനുഭവിച്ചിട്ടുള്ളവനാ. മനസ്സിലായില്ലേ? ഈ കവളപ്പാറ ദുരന്തം നടക്കുമ്പോൾ 10-18 ദിവസം കള്ളിമുണ്ടും എനിക്കത് വിഷയമല്ല, തലയിൽ കെട്ടിയിട്ടേ അവിടെ അങ്ങാടിയിലെ കട്ടിലിൽ കിടന്നുറങ്ങിയാണ് ഞാൻ. ഇപ്പോൾ ഉണ്ടല്ലോ വയനാട് എന്താക്കി നിങ്ങൾ? ഒന്നൊരു MLA എന്ന നിലയ്ക്ക് രാപ്പകലില്ലാന്നുണ്ട പ്രശ്നങ്ങൾ മുഴുവൻ തീർത്ത് ജനങ്ങൾ പൈസ കൊടുത്തിട്ടും ഇപ്പോഴും ആ സാധുക്കൾ വാടക കിട്ടാൻ സമരം നടത്തുക. ഇതൊക്കെ ഈ കവളപ്പാറയും നിലമ്പൂരിലെയും ജനങ്ങൾ അവരിതൊക്കെ കമ്പയർ ചെയ്യൂലേ? ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ്. പിന്നെ കുറേ ചാനലും വാർത്താപ്രവർത്തകരും കൂടിയിട്ട് ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ നടക്കൂല. ആളുകൾക്ക് ഇത് അറിയാം. സ്ഥാനാർത്ഥിത്വം വെല്ലുവിളിയാവും. ഒരു വെല്ലുവിളിയില്ല. PV അൻവറിൻ്റെ ഫോട്ടോ കണ്ട എന്താ അപരൻ? ഒരു അപരനുമില്ല. ആ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഇപ്പം തന്നെ എന്താ അറിയോ, അതിൻ്റെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ചിഹ്നമല്ല, ഈ നാടിൻ്റെ വേദനയാണ് PV അൻവർ. ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി അവർ വോട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. നത്തിങ് വിൽ ഹാപ്പൻ. താങ്ക് യു. എന്നാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് PV അൻവർ മുന്നോട്ട് പോകുന്നത്.